ഹായ് ഫ്രണ്ട്സ്, ഐ എം റഷീദ് അലി. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് റീസെന്റ് വന്ന കുറച്ച് മെസ്സേജുകളാണ്. പൊതുവെ വരാറുള്ള വിദേശത്തേക്ക് മെഡിക്കൽ പഠനത്തിലേക്ക് പോകുന്ന സമയത്ത് ഏത് കൺട്രികളാണ്, അതല്ലെങ്കിൽ അവിടുത്തെ പ്രോഗ്രാം എങ്ങനെ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് റീസെന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇയർ റിലേറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ MBBS പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ 5+1 ആണോ, 6 years ആണോ, ഇത് രണ്ടും സെയിം ആണോ, ഈ 6 yearsൽ ഇന്റഗ്രേറ്റഡ് ഇന്റേൺഷിപ്പ് ആണോ, ഇതുപോലുള്ള കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് മെസ്സേജുകളാണ് പൊതുവെ മാർക്കറ്റിൽ സ്റ്റുഡൻസും പാരന്റ്സും കൺഫ്യൂസ് ആക്കുന്ന രീതിയിലാണ് ആളുകൾ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, വിദേശത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്ന കൺട്രിയിലെ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം ഡ്യൂറേഷൻ 5 years ആണോ 6 years ആണോ, ഇതാണ് മെയിൻ ശ്രദ്ധിക്കേണ്ടത്. 5 years പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഈ 5 yearsഉം അഥവാ 5+1 6 സെയിം ആണോ, അതൊരു പ്രശ്നമാണ്. 5+1 6 ആണ്, അതല്ല 6 ആണ്. അപ്പോൾ ഈ 5+1 6 തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, വിദേശ കൺട്രികളുടെ മെഡിക്കൽ പ്രോഗ്രാംസ് 5 years പ്രോഗ്രാം ഉള്ള കൺട്രികളുണ്ട്. എന്ന് പറഞ്ഞാൽ 5 years പ്രോഗ്രാം, ദെൻ 1 year ഇന്റേൺഷിപ്പ്. അത് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 5 years പ്രോഗ്രാം ഉള്ള കൺട്രികളിൽ നിന്ന് നിങ്ങൾക്ക് 5 വർഷം കഴിയുന്നതോട് കൂടെ നിങ്ങൾക്ക് ഡിഗ്രി അഥവാ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാമത്തെ വർഷം നിങ്ങൾക്ക് ക്ലാസ്സോ എക്സാംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഫുള്ളി 5 വർഷത്തോടുകൂടെ അക്കാഡമിക്കലി ഫ്രീ ആവും. അതാണ് 5 years പ്രോഗ്രാം. അത് വേറുള്ള കൺട്രികൾ ഏതാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ചൈന 5 years പ്രോഗ്രാം, ബംഗ്ലാദേശ്, നേപ്പാൾ, അതുപോലെ മലേഷ്യ, ഈജിപ്ത്, ഇതുപോലുള്ള കൺട്രികളൊക്കെ 5 years പ്രോഗ്രാമാണ്. എന്ന് പറഞ്ഞാൽ 5 years പ്രോഗ്രാം കഴിയുന്നതോട് കൂടെ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്യും. ഓക്കെ, ദെൻ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടി വന്നാൽ പ്ലസ് 1 year 12 months ഇന്റേൺഷിപ്പ്. അതാണ് NMC പറയുന്നത്. ആഫ്റ്റർ ദ പ്രോഗ്രാം 12 months കമ്പൽസറി ഇന്റേൺഷിപ്പ് ആണ് NMC പറയുന്നത്. അപ്പൊ അത് പക്ക കീപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് 5 years ഡ്യൂറേഷൻ ഉള്ള പ്രോഗ്രാംസ്. ഇനി 6 years ഡ്യൂറേഷൻ ഉള്ള കൺട്രികൾ, മേജർ ആയിട്ടും 6 years പ്രോഗ്രാം ഉള്ള കൺട്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഈവൻ പ്രൊവിഷണലാണെങ്കിലും കിട്ടണമെങ്കിൽ 6 years കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് കിട്ടുക. അപ്പോ അതിൽ വരുന്ന കൺട്രികളാണ് ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, അതുപോലെ തന്നെ ജോർജിയ, അർമേനിയ, ഇതുപോലുള്ള കൺട്രികളെല്ലാം തന്നെ 6 years പ്രോഗ്രാമാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കൺട്രികളുടെ അധികവും അവർ റിലീസ് ചെയ്യുന്ന ഡിഗ്രി MD ആണ്, ഇക്വലന്റ് MBBS. ഓക്കെ, നിങ്ങൾക്ക് ഈ 6 yearsൽ ഇന്റേൺഷിപ്പ് വരുന്നത് ഇന്റഗ്രേറ്റഡ് ആണ്, സെപ്പറേറ്റ് 12 months അല്ല. പക്ഷെ ആളുകൾ ചില ഏജൻസികൾ പറയുമ്പോൾ 6 years പ്രോഗ്രാം ആണ്, 5 years പ്രോഗ്രാം, ദെൻ 1 year ഇന്റേൺഷിപ്പ്. ചില കൺട്രികൾ, ചില യൂണിവേഴ്സിറ്റികൾ പറയുന്നുണ്ട് പ്രോഗ്രാം 6 years ആണെങ്കിലും ലാസ്റ്റ് ഇയർ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് തരും. പക്ഷെ അതൊന്നും NMCയുടെ റൂൾ പ്രകാരം വാല്യബിൾ അല്ല. അപ്പോ NMC പറയുന്നത് ആഫ്റ്റർ ദ പ്രോഗ്രാം 12 months എന്ന് പറയുന്നത് പ്രകാരം ഈ 6 years പ്രോഗ്രാമിൽ ഇന്റഗ്രേറ്റഡ് ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിലും NMC പറയുകയാണ് ഇന്റഗ്രേറ്റഡ് ഇന്റേൺഷിപ്പ് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 years പ്രോഗ്രാമിലേക്ക് പോകുന്ന എല്ലാ സ്റ്റുഡൻസും അഗെയിൻ 1 year ഇന്റേൺഷിപ്പ് ആയിട്ട് തന്നെ കണ്ടിട്ട് വേണം പോവാൻ. എന്ന് പറഞ്ഞാൽ ഫലത്തില് ഈ 6 years പ്രോഗ്രാമിലെ കൺട്രികളെല്ലാം തന്നെ അഗെയിൻ 1 year ഇന്റേൺഷിപ്പ് കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ടോട്ടലി 7 years ഡ്യൂറേഷൻ വരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള കൺട്രികൾ 6 years പ്രോഗ്രാം ആണ്. അതുപോലെ കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ എല്ലാം തന്നെ അവിടെ അക്കാഡമിക്കലി 6 years ആണ്. അത് ഞാൻ പറയാൻ കാരണം പ്രത്യേകമായിട്ട് NMC പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൺട്രികളിലും അവിടുത്തെ സ്റ്റുഡൻസിന് ഏത് പ്രോഗ്രാം ആണോ ആ കൺട്രി അവാർഡ് ചെയ്യുന്നത്, ആ ഡ്യൂറേഷൻ ബേസ് ആണെങ്കിൽ എല്ലാം അതേ സെയിം ഡിഗ്രി ആയിരിക്കണം ഇന്ത്യയിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസിന് കിട്ടേണ്ടത്. അതാണ് NMCയുടെ മെയിൻ ഉദ്ദേശം. അപ്പോ ഒരു 6 years പ്രോഗ്രാം ഉള്ള കൺട്രിയിൽ ഫോറിൻ സ്റ്റുഡൻസിന് വേണ്ടി സെപ്പറേറ്റ് 5 years പ്രോഗ്രാം നടത്തിയാലും അത് ഇനി അങ്ങോട്ട് അഥവാ NMCയുടെ 2021 ശേഷമുള്ള വരുന്ന സ്റ്റുഡൻസിന് അത് വാലിഡ് അല്ല എന്നാണ്. അപ്പോൾ ഇതിന്റെ മുമ്പ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിർഗിസ്ഥാനിലും കസാഖിസ്ഥാനിലും 5 years പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ 5 years പ്രോഗ്രാം ഫോറിനേഴ്സിന് വേണ്ടി മാത്രമായിരുന്നു. ഓക്കെ, അതെല്ലാം തന്നെ ആ സമയത്ത് NMC അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകമായിട്ട് ഇതുപോലുള്ള ഷോർട്ടർ പ്രോഗ്രാംസ്, അഥവാ പ്രോഗ്രാം
ഫോറിനേഴ്സിന് വേണ്ടി മാത്രം ഷെഡ്യൂൾ ചെയ്യുന്ന ഇങ്ങനത്തെ 5 years പ്രോഗ്രാം ഇനി അങ്ങോട്ട് NMC അംഗീകരിക്കുകയില്ല എന്നാണ്. ഈ 5 years പ്രോഗ്രാം അല്ലെങ്കിൽ 6 years പ്രോഗ്രാം അതല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഇന്റേൺഷിപ്പ് അഥവാ പ്രോഗ്രാമിന് ശേഷം 12 months ഇന്റേൺഷിപ്പ് വേണം എന്ന് പറയുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ കൺട്രിയിലും അവിടുത്തെ നാഷണാലിറ്റിക്ക് ഏത് ഡിഗ്രി ആണോ അവാർഡ് ചെയ്യുന്നത്, അവിടുത്തെ നാഷണാലിറ്റിക്ക് 6 years പ്രോഗ്രാം ആണ് എങ്കിൽ ഫോറിനേഴ്സ് ആയ അഥവാ ഇന്ത്യൻ സ്റ്റുഡൻസും അതേ ഡിഗ്രി വേണം എടുത്തു വരാൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഉസ്ബെക്കിസ്ഥാനിലെ 6 years പ്രോഗ്രാം കൊണ്ട് പിന്നെ അവിടുത്തെ സ്റ്റുഡൻസും അഥവാ ഇപ്പൊ 6 years പ്രോഗ്രാം ഉള്ള കൺട്രികളിൽ 6 years ആണ് അവിടുത്തെ സ്റ്റുഡൻസിനെങ്കിൽ നിങ്ങൾക്ക് 6 years വേണം. അതല്ല അവിടെ 6 yearsഉം ദെൻ ഫോറിനേഴ്സിന് 5 yearsഉം ഉള്ള പ്രോഗ്രാം ആണ് എങ്കിൽ തീർച്ചയായിട്ടും അത് NMCക്ക് വാലിഡ് ആയിരിക്കില്ല. അതുപോലെ തന്നെയാണ് ഫിലിപ്പൈൻസിൽ പ്രോഗ്രാം വരുന്നത് 1.5 വർഷം BS പ്രോഗ്രാം, ദെൻ 4 years ആണ് അവിടെ പ്രോഗ്രാം MBBS പ്രോഗ്രാം വരുന്നത്. അപ്പൊ NMCയുടെ റൂൾ ഉണ്ട് മിനിമം 4.5 വർഷം വേണം. ഈ 4.5 വർഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ NMCയുടെ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് ശേഷം ഫിലിപ്പൈൻസിലെ ഡിഗ്രി വാലിഡ് അല്ല എന്ന് പറയും. ഇനി അവർ 5.5 വർഷം ആക്കുകയാണെങ്കിൽ ഫോറിനേഴ്സിന് വേണ്ടി 5.5 വർഷം ആക്കിയിട്ട് കാര്യമില്ല, അവിടുത്തെ സ്റ്റുഡൻസിനും 5.5 വർഷം പ്രോഗ്രാം ആക്കിയെങ്കിൽ മാത്രമാണ് അത് ഇന്ത്യയിൽ വാലിഡ് ആയിരിക്കുകയുള്ളൂ. അപ്പോ ഈ അവിടുത്തെ കൺട്രിയിൽ എന്താണോ ഡിഗ്രി ആ സെയിം ഡിഗ്രി ആയിരിക്കണം നമുക്ക് അഥവാ ഇന്ത്യൻ സ്റ്റുഡൻസിനും ലഭിക്കേണ്ടത് എന്നാണ് NMC ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രജിസ്ട്രേഷൻ വേണം, അതുപോലെ തന്നെ അവിടുത്തെ ലൈസൻസ് എക്സാം എഴുതേണ്ടി വരും എന്നൊക്കെ പറയുന്നത് അതാണ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായി. ഇത് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എന്റെ നമ്പർ നിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബൈ.